5-ാമത്തെ ദിവസം ആ ആശുപത്രിയിൽ നിന്ന് എനിക്കൊരു തൊട്ടപ്പുറത്തെ വീട്ടിലേക്ക് ഒരു കോൾ വന്നു. അവിടുത്തെ ഫോൺ നമ്പറാണ്, ലൈൻ ഫോൺ നമ്പറാണ് കൊടുത്തിരുന്നത്. അവിടേക്ക് കോൾ വന്നു, പെട്ടെന്ന് തന്നെ ആശുപത്രിയിലേക്ക് വരണം എന്ന് പറഞ്ഞിട്ട്. ഞാൻ കടന്നു ചെന്നപ്പോൾ അവിടെ എന്നെ അവിടുത്തെ സ്റ്റാഫ് നേഴ്സ് അവരെല്ലാവരും ഒരു അത്ഭുത ജീവിയെ കാണുന്ന പോലെയാണ് അവരെന്നെ നോക്കിയിരുന്നത്. അതിൻ്റെ ഗൗരവം നമുക്കറിയാം, പക്ഷെ നമ്മളവിടെ അഡ്മിറ്റ് ചെയ്യുമ്പോൾ അത് പറഞ്ഞിരുന്നില്ല. ഒരു പക്ഷേ അഡ്മിറ്റ് ചെയ്യുമ്പോൾ പറഞ്ഞിരുന്നുവെങ്കിൽ നമുക്ക് എൻ്റെ ജീവിത പങ്കാളിക്ക് ഒരു പക്ഷേ എന്താ പറയുക ഹോസ്പിറ്റലിലെ സേവനം ലഭിക്കുമായിരുന്നില്ല. ആ ഒരു ഭയമുള്ളത് കൊണ്ടാണ് മൂടി വെച്ചത്. സ്റ്റാഫ് നേഴ്സ് എന്നോട് പറഞ്ഞു, താങ്കളെ ഡോക്ടർ വിളിക്കുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ ഡോക്ടറെ ക്യാബിനിലേക്ക് കയറി ചെന്നപ്പോൾ ഡോക്ടർ എന്നോട് പറഞ്ഞു, വിനോദ്, നിൻ്റെ ഭാര്യ എയ്ഡ്സ് രോഗിയാണ്, 24 മണിക്കൂറേ ആയുസുള്ളൂ, അതുകൊണ്ട് എത്രയും പെട്ടെന്ന് വീട്ടിൽ കൊണ്ടുപോവുക, ഉള്ള സമയം സ്നേഹം കൊടുക്കുക, വേറൊരു മരുന്നും ചെയ്യാനില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, സാറ് സ്വന്തമായിട്ട് വീടില്ല, ഈ സ്റ്റേജിൽ റൂമിൽ കൊണ്ടുപോയാൽ പരിസരത്തുള്ളവർ ചോദിക്കും ഈ അവസ്ഥയിൽ എന്തുകൊണ്ട് കൊണ്ടുവന്നു. അവർക്കൊന്നും അവരുടെ മുമ്പിൽ എനിക്ക് മറുപടി പറയാൻ ഉണ്ടാകില്ല. അതുകൊണ്ട് ആ 24 മണിക്കൂറും ഇവിടെ തന്നെ ആയിക്കോട്ടെ, ആ മരണം സംഭവിച്ചതിന് ശേഷം ഞാൻ കൊണ്ടുപോയിക്കോളാം. അപ്പോൾ ഡോക്ടർ എന്നോട് പറഞ്ഞത്, എനിക്ക് താല്പര്യമുണ്ട്, പക്ഷേ ആ വാർഡിൽ കിടക്കുന്ന മറ്റുള്ള പേഷ്യൻസ് ഡിസ്ചാർജ് ആവാൻ കാത്തു നിൽക്കുക. എൻ്റെ ഉള്ളിലേക്ക് ഇന്ന് നമുക്ക് HIV കുറിച്ച് നമുക്ക് അല്പം കാര്യങ്ങൾ അറിയാം. കേരളത്തിലെ പല കോളേജുകളിലും കുടുംബശ്രീകളിൽ പല സ്ഥലങ്ങളിലും HIV കുറിച്ച് അവയർനെസ് ചെയ്യാൻ പോകാറുണ്ട്. പക്ഷേ അത് വളരെ രഹസ്യമായി വെക്കേണ്ടതാണ് HIV റിസൾട്ട് എന്നുള്ളത് ഇന്ന് നമുക്കറിയാം. പക്ഷേ അന്ന് ഒരു ലാബ് ടെക്നീഷ്യനും ഒരു ഡോക്ടറും മാത്രം അറിയേണ്ട ഒരു കാര്യം, ഈ സ്ത്രീ ഒരു HIV പേഷ്യൻ്റ് ആണെന്നുള്ളത് അവിടെ കിടന്നിരുന്ന വാർഡിൽ കിടന്നിരുന്ന പേഷ്യൻസിന് പോലും അത് അറിയുന്ന രീതിയിലേക്ക് അത് പരസ്യമായി മാറി, രഹസ്യം പരസ്യമായി മാറി. അങ്ങനെ അവിടെ കിടക്കാൻ വല്ലാത്തൊരു അവസ്ഥയെ അവർ ഡിസ്ചാർജ് ചെയ്ത് കൊണ്ടുപോകണമെന്ന് നിർബന്ധം പറഞ്ഞു. എനിക്ക് എവിടെ പോകണമെന്ന് അറിയില്ല. ഞാൻ ആ ആശുപത്രിയുടെ ജനലിലേക്കൂടെ പുറത്തോട്ട് നോക്കിയപ്പോൾ അവിടെ ഒരു ആംബുലൻസ് കിടക്കുന്നത് കണ്ടു. ആശുപത്രിയുടെ കോമ്പൗണ്ടിന് പുറത്താണ്. ഞാൻ ആ ആംബുലൻസ് കിടക്കുന്ന ആ ഭാഗത്തേക്ക് പതുക്കെ ഒന്ന് ചെന്നപ്പോൾ അവിടെ ഒരു ശിവസേനയുടെ ബോർഡാണ് കണ്ടത്. ഞാൻ അവിടേക്ക് കയറി. അപ്പോൾ ആ ആംബുലൻസിന് മുകളിലും ശിവസേന എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. ഞാൻ ആ ഓഫീസിലേക്ക് കയറി ചെന്ന് എൻ്റെ ആ വേദനകൾ മുഴുവൻ, അതുവരെ അത്രയും നാളുകളായി ഞാൻ അനുഭവിച്ച് നടന്ന, എനിക്ക് ആരോടും പറയാൻ പറ്റാതെ ആ വേദന മുഴുവൻ ഞാൻ അവിടെ, ഒരു പരിചയമില്ലാത്ത വ്യക്തിയായതുകൊണ്ട് പറയാൻ മടിയുണ്ടായിരുന്നില്ല. ഞാനത് തുറന്നു പറഞ്ഞു. അപ്പോൾ അത് കേട്ടപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ആ എൻ്റെ കഥ കേട്ട ആ മനുഷ്യൻ പറഞ്ഞു, ഞങ്ങളൊരു എഴുത്ത് തരാം. ബോംബെയിലത്തെ ഏറ്റവും വലിയ ഹോസ്പിറ്റലാണ് JJ ഹോസ്പിറ്റൽ. ഇവിടുന്ന് ഇപ്പോൾ ഞാൻ നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് 18 കിലോമീറ്ററുണ്ട്. അപ്പോൾ ആ ഹോസ്പിറ്റലിൽ ലെറ്റർ തരാം. ആ ലെറ്റർ വിനോദിന് ഒരുപാട് ഗുണം ചെയ്യും. ആ ലെറ്റർ അവിടെ കൊണ്ടുപോയി ഡോക്ടേഴ്സിന് കൊടുത്തു കഴിഞ്ഞാൽ വിനോദിൻ്റെ ഭാര്യയെ മരണം വരെ ആ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യാനായിട്ട് ക്രമീകരണങ്ങൾ ഞങ്ങൾ ഇതിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഒപ്പം ഞങ്ങളൊരു ആംബുലൻസും തരാം. സോ ഒരു കണ്ടീഷനുണ്ട്. ആംബുലൻസിൻ്റെ ഉള്ളിൽ പേഷ്യൻറ്റിനെ ഒരാളും ഡ്രൈവർ പിടിക്കാനോ തൊടാനൊന്നും വരില്ല. നിങ്ങൾ സ്വയം എല്ലാ കാര്യങ്ങളും നിങ്ങൾ സ്വയം ചെയ്യണം. അതുമാത്രമല്ല, കടന്നു പോകുന്ന ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യുന്നതിന് മുമ്പ്, അവിടുത്തെ കാഷ്വാലിറ്റിയിൽ കാണിക്കുന്നതിന് മുമ്പ് ഈ ആംബുലൻസ് കഴുകിത്തരണം. ഈ 2 കണ്ടീഷനാണ് എൻ്റെ മുമ്പിൽ വെച്ചിരുന്നത്. അപ്പോൾ ഇതിന് മുമ്പ് ഞാൻ പറയാൻ വിട്ടുപോയ ഒരു കാര്യം, എൻ്റെ ഭാര്യയുടെ അവസ്ഥ വളരെ മോശമായി. ഡോക്ടർ എന്നോട് പറഞ്ഞു, ഇനി 24 മണിക്കൂർ സമയമുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ മുമ്പിൽ എന്ത് ചെയ്യണമെന്നറിയില്ല. ഞാൻ ഭാര്യ വീട്ടുകാരെ വിളിച്ചു. കാരണം അവരാണ് ഇവിടെ അഡ്മിറ്റ് ചെയ്തിരിക്കുന്നത്. ഭാര്യയുടെ അമ്മയും സഹോദരങ്ങളും കടന്നു വന്നു. 2 സഹോദരങ്ങളുണ്ട്, അവരും കടന്നു വന്നു. ഞാൻ ഭാര്യയുടെ അമ്മയോട്, ഞാൻ ആയി എന്നാണ് വിളിക്കുക, മറാഠിയിൽ ആയി എന്നാണ് പറയുക. ഞാൻ ആയിയോട് കാര്യം പറഞ്ഞു, ആയി ഇങ്ങനെയാണ് അവസ്ഥ, എന്ത് ചെയ്യാം ചോദിച്ചു. അപ്പോൾ ആയി എന്നോട് പറഞ്ഞു, എന്നെ വിനു എന്നാണ് വിളിക്കുക, വിനു ഒരു കാര്യം, നമുക്ക് ഡോക്ടറെ പോയി ഒന്ന് കാണാം. ഡോക്ടറെ കുറച്ച് പൈസ കൊടുത്ത് ഇഞ്ചക്ഷൻ ചെയ്ത് കൊന്നുകളയാം. അമ്മ പറഞ്ഞു, സ്വന്തം അമ്മയാണ്. സത്യത്തിൽ ഞാൻ ഒരിക്കലും അത് ചിന്തിക്കാത്തതാണ്. കാരണം വളരെ ചെറിയ വർഷങ്ങൾ മാത്രമേ ഞാനും എൻ്റെ ജീവിതമായി ഒന്നിച്ച് ജീവിച്ചിട്ടുള്ളൂ. എനിക്ക് പോലും പറയാൻ സാധിച്ചിട്ടില്ല. എൻ്റെ പപ്പ തന്നുവിട്ട എഴുത്തിൻ്റെ ഉള്ളടക്കം സാറ് കേട്ടു. അവിടെയും പറഞ്ഞത്, നിൻ്റെ ഭാര്യ ഒരു എയ്ഡ്സ് രോഗിയാണ്, സ്വന്തം വീട്ടിൽ കൊണ്ടാക്കി നീ എത്രയും പെട്ടെന്ന് വണ്ടി കയറണം. അവിടെ ഞാൻ ചിന്തിച്ചത്, എന്നെ സ്നേഹം കിട്ടാതെ ഞാൻ ഇരുന്നപ്പോൾ എന്നെ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചതും
സ്നേഹം എന്താണെന്ന് പഠിപ്പിച്ചതും എന്നെ ഒരു മനുഷ്യനാക്കി മാറ്റുവാൻ നല്ലൊരു ഒരു മുഖാന്തരമായി തീർന്നതും ആ ഉദരത്തിൽ എൻ്റെ ഒരു കുഞ്ഞുണ്ട്. എൻ്റെ എല്ലാം അതായിരുന്നു, എൻ്റെ സ്വപ്നം മുഴുവൻ അതായിരുന്നു. ഞാൻ ഒരിക്കലും മാറ്റി നിർത്തിയില്ല. പക്ഷേ 10 മാസം അല്ലെങ്കിൽ 9 മാസം 10 ദിവസവും വയറ്റിൽ ചുമന്ന് പ്രസവിച്ച സ്വന്തം അമ്മ പറയാണ് ഡോക്ടർക്ക് കുറച്ച് പൈസ കൊടുത്ത് ഇഞ്ചക്ഷൻ ചെയ്ത് കൊന്നുകളയാം. എനിക്ക് മനസ്സിലായി ഇതിനേക്കാളും ഒരു അഭിപ്രായം ഇവരിൽ നിന്ന് നമുക്ക് ഉപദേശം കിട്ടാൻ ഇല്ല, ഒരു നിർദ്ദേശം കിട്ടാനില്ല. അങ്ങനെയാണ് ഞാൻ ആ ആംബുലൻസിൻ്റെ അടുത്ത് കടന്നു ചെല്ലലും അവിടെ നിന്ന് എനിക്ക് ആ ആംബുലൻസിൻ്റെ സപ്പോർട്ട് കിട്ടലും. അങ്ങനെ ആ ആംബുലൻസിൽ എൻ്റെ ഭാര്യയെ ജെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുക. ആ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുമ്പോൾ അത് പറയാതിരിക്കാൻ പറ്റില്ല. കൊണ്ടുപോയിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ സാധാരണ ആംബുലൻസുകൾ പോകുന്നത് നമ്മൾ കാണാറുണ്ട്. അത് പലപ്പോഴും അത് ശബ്ദം മുഴക്കി പോകുമ്പോൾ, ഷയർ മുഴക്കി പോകുമ്പോൾ വഴിയരികിലൂടെ നമ്മൾ മാറിക്കൊടുക്കും. വലിയ വലിയ വാഹനങ്ങൾ മാറിക്കൊടുക്കാറുണ്ട്. ഇതുപോലെ ഞങ്ങൾ പോകുമ്പോഴും പല വാഹനങ്ങളും മാറി തരുന്നുണ്ടായിരുന്നു. പക്ഷേ അവർക്കെല്ലാം അവരുടെ ഒരു ചിന്ത ഇതായിരിക്കാം, ഒരു ജീവൻ രക്ഷിക്കാനാണ് പോകുന്നത്. പക്ഷെ അതിൻ്റെ ഉള്ളിലുണ്ടായിരുന്ന എനിക്കും എൻ്റെ ഭാര്യയ്ക്കും അറിയാം, ജീവൻ രക്ഷിക്കാനല്ല, സ്വസ്ഥമായി മരിക്കാൻ ഒരിടം അന്വേഷിച്ചാണ് ഈ പോകുന്നത്. വളരെയധികം വേദനയോടെയാണ് ഞാൻ ആംബുലൻസിൽ ഇരുന്നിരുന്നത്. കാരണം എന്നെ ഭാര്യയ്ക്ക് ഓർമ്മ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കണ്ണിൻ്റെ കാഴ്ച കുറഞ്ഞു തുടങ്ങി. എന്നെ ഇങ്ങനെ വിനു 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 എന്ന് ഉറക്കം ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കും. അപ്പം എൻ്റെ ശബ്ദം അടുത്ത് കേട്ട ആൾക്ക് അല്പം സമാധാനം, ആളടുത്ത് അങ്ങനെയായിരുന്നു. പക്ഷെ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഞാൻ അന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. ഏത് ദൈവമെന്ന് വെച്ചാൽ ഒരുപാട് ദൈവങ്ങളുണ്ട്. അതുകൊണ്ട് ദൈവത്തെ വിളിച്ച് ദൈവമേ എന്നാണ് വിളിക്കുന്നത്. ദൈവത്തോട് പ്രാർത്ഥിച്ച ഒറ്റ പ്രാർത്ഥന ഇതായിരുന്നു, ദൈവമേ എൻ്റെ ഭാര്യയെ സ്നേഹിക്കാൻ എനിക്ക് സാധിച്ചിട്ടില്ല. കാരണം വിവാഹം ചെയ്തതിന് ശേഷം സ്വന്തമായി ഒരു വീട്, റൂമില്ലാത്തതുകൊണ്ട് ഒരു റൂം ഉണ്ടാക്കാനുള്ള ഒരു പങ്കപ്പാട്, ഓട്ടവും അതുപോലെ ഡേ നൈറ്റ് വർക്കും ഇങ്ങനെ ആയപ്പോൾ സാധിച്ചില്ല. നന്നായി ഒന്ന് സ്നേഹിക്കാൻ പോലും അവസരം കിട്ടിയില്ല. അതുമാത്രമല്ല നല്ലൊരു ഭക്ഷണം പോലും വാങ്ങിക്കൊടുക്കാൻ നിവൃത്തിയുണ്ടായില്ല, സാധിച്ചിട്ടില്ല. അതുകൊണ്ട് ഞാൻ ദൈവത്തോട് പറഞ്ഞു, അല്പസമയം കൂടി അല്ലെങ്കിൽ അല്പനാളും കൂടി എനിക്ക് എൻ്റെ ഭാര്യയെ തരികയാണെങ്കിൽ ഞാൻ ഇഷ്ടമുള്ളത് കൊടുക്കാൻ എനിക്ക് ആഗ്രഹമുണ്ട്, അല്പം സ്നേഹിക്കണമെന്ന് ആഗ്രഹമുണ്ട്. അതായിരുന്നു എൻ്റെ ആ ആംബുലൻസിനുള്ളിലെ പ്രാർത്ഥന. ഞങ്ങൾ ആ ജെ ഹോസ്പിറ്റലിൻ്റെ കോമ്പൗണ്ടിലേക്ക് എത്തി. ജെ ഹോസ്പിറ്റലിൻ്റെ കോമ്പൗണ്ടിൽ എത്തി കഴിഞ്ഞപ്പോൾ ആംബുലൻസിന് പതുക്കെ ഭാര്യ ഒരു വീൽ ചെയറിൽ താഴോട്ട് ഇറക്കി കഴിഞ്ഞപ്പോൾ നോക്കിയപ്പോൾ കാഷ്വാലിറ്റി എന്ന് എഴുതി കണ്ടപ്പോൾ എൻ്റെ ഉള്ളിൽ ഈ ആംബുലൻസിനുള്ളിലുണ്ടായിരുന്ന ആ ചിന്തകൾ മുഴുവൻ മാറി എൻ്റെ ഭാര്യയെ രക്ഷപ്പെടുത്താൻ പറ്റുമെന്നൊരു പ്രത്യാശ എൻ്റെ ഉള്ളിൽ കയറി വന്നപ്പോൾ അതൊക്കെ ഞാൻ വീൽ ചെയറും തള്ളി കാഷ്വാലിറ്റിയുടെ അവിടേക്ക് കടന്നു പോകുമായിരുന്നു. അപ്പോൾ തന്നെ ഡ്രൈവർ പറഞ്ഞു, മറാഠിയിലോട് പറഞ്ഞു, വണ്ടി കഴുകി തരണം, അല്ലാതെ അഡ്മിറ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം പുള്ളിക്കാരൻ്റെ കയ്യിലാണ് ലെറ്റർ ഇരിക്കുന്നത്, ഇത് കഴുകിയാലേ ലെറ്റർ കിട്ടുള്ളൂ. അങ്ങനെ വീൽ ചെയറിൽ എൻ്റെ ഭാര്യയെ അടുത്തിരുത്തിക്കൊണ്ട് അവിടെ ഒരു ബക്കറ്റ് വെള്ളം കിട്ടണമെങ്കിൽ 3 രൂപ കൊടുക്കണം. 3 രൂപ കൊടുത്ത് 10 ബക്കറ്റ് വെള്ളം കൊണ്ടുവന്നു ആ ആംബുലൻസ് ഞാൻ കഴുകുകയാണ്. അത് എനിക്ക് ഒരിക്കലും അത് മറക്കാൻ സാധിക്കില്ല. അത് കാരണം എൻ്റെ ഭാര്യ ആ ഒരു സ്റ്റേജിലാണ് നിൽക്കുന്നത്. ഞാൻ ആ ആംബുലൻസ് കഴുകുമ്പോഴും എൻ്റെ ഭാര്യ ഇടയ്ക്കിടയ്ക്ക് ഉറക്കെ ഒച്ചെടുക്കും. കാരണം കണ്ണിന് കാഴ്ച കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ശബ്ദം അടുത്ത് കേൾക്കണം. അപ്പോൾ വിനു എന്ന് ഉറക്കെ വിളിക്കുമ്പോൾ ആ എൻ്റെ ജീവിത പങ്കാളിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു പാട്ടിൻ്റെ ഒരു മൂളിപ്പാട്ട് ഞാൻ പാടിക്കൊണ്ടാണ് ആംബുലൻസ് ഞാൻ കഴുകുന്നത്. ഞാൻ അടുത്തുണ്ട് എന്ന് അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആൾ ശബ്ദമുണ്ടാക്കില്ല, അല്ലെങ്കിൽ വല്ലാതൊരു അലർച്ചയാണ്. അങ്ങനെ ആ ആംബുലൻസ് കഴുകി കൊടുത്ത് എൻ്റെ ഭാര്യയെ ഞാൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യാണ്. ഞാൻ പറയട്ടെ, എൻ്റെ പ്രാർത്ഥന ദൈവം കേട്ടു എന്ന് തന്നെ എനിക്ക് പറയാം. കാരണം വീണ്ടും 30 ദിവസം എൻ്റെ ഭാര്യ ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്നു. നല്ല വന്നതിനേക്കാളും വളരെ വ്യത്യാസം. ഒരുപാട് ഭക്ഷണങ്ങൾ കഴിക്കാനുള്ള ഒരു ആഗ്രഹം അത് തുറന്നു പറഞ്ഞു. അവിടെ ഏറ്റവും കൂടുതൽ ആൾക്ക് ഇഷ്ടമുള്ളത് പിസ്സ, അതുപോലെ തന്നെ ക്യാരറ്റിൻ്റെ ഹലുവ, ഗാജർക്ക ഹലുവ എന്നാണ് ഹിന്ദിയിൽ പറയുക. അത് ഹലുവ കഴിക്കണം എന്ന് പറഞ്ഞു. അത് നമുക്കവിടെ വളരെ കുറച്ചായിട്ട് നമുക്കവിടെ 50 ഗ്രാം 100 ഗ്രാം കിട്ടും. അപ്പോൾ അത് വാങ്ങിക്കൊടുത്തു, അത് കഴിച്ചു. ഞങ്ങളുടെ വിവാഹ വാർഷികം ഞങ്ങൾ ആ ഹോസ്പിറ്റലിൽ കിടന്നുകൊണ്ടാണ് ഞങ്ങൾ ആഘോഷിച്ചത്. അങ്ങനെ ഒരു 30 ദിവസം കഴിഞ്ഞ് 30-ാമത്തെ ദിവസമായപ്പോഴേക്കും പുള്ളിക്കാരുടെ അവസ്ഥ വല്ലാതൊരു മോശമായി. ഒരു 20 ദിവസം വരെ വളരെ നല്ല രീതിയിലായിരുന്നു. പിന്നീടുള്ള 10 ദിവസം വല്ലാതൊരു ആദ്യം വന്നതിനേക്കാളും മോശമായി. അങ്ങനെ ആളെന്നോട് പറയുകയാണ്, നമുക്ക് ഇവിടുന്ന് ഡിസ്ചാർജ് ആവാം, ആൾക്ക് ഇനി രക്ഷപ്പെടില്ല എന്ന് സ്വയം ഒരു തോന്നൽ വന്നപ്പോൾ എന്നോട് പറഞ്ഞു, ഇവിടെ കിടന്ന് മരിക്കണ്ട, നമ്മുടെ വീട്ടിൽ പോയിട്ട് മരിക്കാം, ഇവിടെ തന്നെ ഡിസ്ചാർജ് ചെയ്യണം. അങ്ങനെ ഡോക്ടേഴ്സോട് ഞങ്ങൾ തന്നെ കാര്യം പറഞ്ഞു. അങ്ങനെ അവിടെ നിന്ന് ഡിസ്ചാർജ് ചെയ്ത് ഞങ്ങൾ വീട്ടിലേക്ക് എത്തി.
വീടെന്ന് പറയാൻ റൂമാണ്. റൂമിൽ വന്ന് അവിടെ അപ്പോൾ കൂടെ ആരുമില്ല, സ്നേഹിതന്മാരോ ആരും എനിക്ക് സപ്പോർട്ട് ഉണ്ടായിരുന്നില്ല. ആ 30 ദിവസം ആ ഹോസ്പിറ്റലിൽ ഒറ്റയ്ക്ക് തന്നെയായിരുന്നു. അങ്ങനെ വീട്ടിൽ വന്നതിൻ്റെ പിറ്റേ ദിവസം ഒരു ജൂലൈ 30 ആ ദിവസം എൻ്റെ മടിയിൽ കിടന്നുകൊണ്ട് തന്നെ, തല എൻ്റെ മടിയിൽ വെച്ചുകൊണ്ട് തന്നെയാണ് മരണപ്പെടുന്നത്. വല്ലാത്തൊരവസ്ഥയായിരുന്നു. മരണത്തിന് കുറച്ച് മുമ്പായിട്ട് തലേ ദിവസം രാത്രിയിൽ എന്നോട് പറഞ്ഞു, നമ്മുടെ കേരളത്തിലെ നാടൻ സെറ്റ് സാരി ആയിരിക്കണം എന്നെ ഉടുപ്പിക്കേണ്ടത് മരണം കഴിഞ്ഞ് എന്നെ കൊണ്ടുപോകുമ്പോൾ. അതായിരുന്നു ആകെ കൂടി ഒരു ആഗ്രഹം എന്നോട് പറഞ്ഞിരുന്നത്. മരണം കഴിഞ്ഞപ്പോൾ ഇവിടെ ഞാൻ ഒറ്റപ്പെട്ടു. മകളുടെ മരണ സമയത്ത് എൻ്റെ ഭാര്യ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. പക്ഷേ ഇവിടെ ഞാൻ ഒരു ഒറ്റപ്പെടലായിരുന്നു, വല്ലാത്തൊരു ഒറ്റപ്പെടലായിരുന്നു. അപ്പോൾ മരണത്തിന് മുമ്പായിട്ട് തന്നെ ഞാൻ അവിടെ അടുത്തുള്ള ഒരു ക്ലിനിക്കിൽ ഡോക്ടറോട് പോയി കാര്യം അവതരിപ്പിച്ചിരുന്നു. ഇങ്ങനെയാണ് അസുഖം എന്ന് പറഞ്ഞിരുന്നു. അതുകൊണ്ട് എനിക്ക് ദയവ് ചെയ്ത് സർട്ടിഫിക്കറ്റ് തരാൻ തടസ്സമുണ്ടാകരുതെന്ന് ഞാൻ പറഞ്ഞപ്പോൾ ഒരു പ്രയാസം കൂടാതെ ആൾ തരാമെന്ന് പറഞ്ഞിരുന്നു. പക്ഷെ മരണം സംഭവിച്ചത് ഞായറാഴ്ചയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അന്ന് ക്ലിനിക്ക് അവധിയാണ്. വല്ലാതെ വേദനിച്ചു. ഞാൻ മരിച്ചു കിടക്കുന്ന ഭാര്യയെ ആ കട്ടിലിൽ കിടത്തി പുറത്തുനിന്ന് റൂം പൂട്ടിയിട്ട് ഞാൻ ക്ലിനിക്കിലേക്ക് പോവാണ്. ക്ലിനിക്ക് അന്ന് അടവായിരുന്നു. അങ്ങനെ ആ സാറിൻ്റെ നമ്പറിലേക്ക് ഞാൻ അവിടെ നിന്ന് PCU എന്ന് ഞാൻ വിളിക്കുകയാണ്. സാറ് പറഞ്ഞു ഞാനിന്ന് ലീവാണ്. പക്ഷെ ആൾ കുറച്ചപ്പുറത്തൊരു ക്ലിനിക്ക് ഉണ്ട്, അവിടുത്തെ ഡോക്ടറോട് വിളിച്ചു പറയാം, വിനോദ് അവിടേക്ക് പോയാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ അവിടേക്ക് കടന്നു ചെല്ലും. അവിടുത്തെ ഡോക്ടർ കൂടെ വന്നു, റൂമിൽ വന്ന് ഭാര്യയുടെ മരണം സ്ഥിരീകരിച്ചു. അതിനുശേഷം സർട്ടിഫിക്കറ്റ് തന്നു. അങ്ങനെ ഭാര്യയുടെ ആ ഒരു മരണ ശുശ്രൂഷ ഭംഗിയായിട്ട് എല്ലാവരുടെ ചുറ്റുപാടുള്ളവരുടെ എല്ലാവരുടെയും സഹകരണത്തോടുകൂടെ ചെയ്യാൻ സാധിച്ചു. അതിനുശേഷം പൂർണ്ണമായും ഒറ്റപ്പെടുന്ന ഒരു അനുഭവമായിരുന്നു. പ്രത്യേകിച്ചും ബോംബെ ജീവിതം എന്ന് പറയുമ്പോൾ ഒരു ഫാമിലി ജീവിച്ചിരുന്ന ഒരു വ്യക്തിക്ക് പിന്നെ ഒറ്റപ്പെട്ട് ജീവിക്കുക എന്ന് പറഞ്ഞാൽ സമൂഹത്തിൽ മാന്യത കിട്ടില്ല. ഒരു പ്രധാന ഒരു സംഭവമാണ്. ഒരിക്കലും മാന്യത കിട്ടില്ല. ഒരു ബാച്ചിലേഴ്സ് എന്നുള്ള ഒരു രീതിയിലാണ് പിന്നെ കാണുക. വല്ലാതൊരു വേദനയായിരുന്നു. പല വീടുകളുമായിട്ട് വളരെ നല്ല സ്നേഹബന്ധമായിരുന്നു. പക്ഷേ ആ വീടുകളിലൊന്നും ഇപ്പോൾ പ്രവേശനമില്ലാത്ത ഒരു അവസ്ഥ. അവർ മുഖത്ത് നോക്കി പറയുന്നില്ലെങ്കിലും ഭാവങ്ങളിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിരുന്നു. വല്ലാത്തൊരു വേദനയായിരുന്നു. ഞാൻ വീണ്ടും അവിടെ ഒരു 2 വർഷക്കാലം ബോംബെ ജീവിതം തന്നെ മുന്നോട്ട് തുടർന്നു പോയി. എൻ്റെ അവസ്ഥ വല്ലാത്തൊരു അവസ്ഥയായി. കാരണം ഞാൻ വൈഫിൻ്റെ അതേ ശാരീരിക അവസ്ഥയിലേക്ക് കടന്നു വന്നപ്പോൾ എനിക്ക് പുറകുവശത്ത് വല്ലാതൊരു കുരു കാണാൻ തുടങ്ങി. അതുകൊണ്ട് എനിക്ക് കിടക്കാനോ ഇരിക്കാനോ ഒന്നും പറ്റാത്തൊരവസ്ഥയായി. അങ്ങനെ എൻ്റെ ഒരു സ്നേഹിതനെ ഞാൻ വിളിച്ച് കാര്യം പറഞ്ഞപ്പോൾ ആ സ്നേഹിതൻ്റെ കൂടെ ബോംബെയിലുള്ള ഏറ്റവും നല്ലൊരു ഹോസ്പിറ്റൽ, ആ ഹോസ്പിറ്റലിൻ്റെ പേര് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല, ആ ഹോസ്പിറ്റലിലേക്ക് മലയാളീസാണ് ഏറ്റവും കൂടുതൽ. ആ ഹോസ്പിറ്റലിൽ ഡോക്ടേഴ്സും സിസ്റ്റേഴ്സൊക്കെ മലയാളീസാണ്. അങ്ങനെ ആ ഹോസ്പിറ്റലിലേക്ക്, കാരണം അവിടെ പോകാനുള്ള കാരണം ഒരു മലയാളീസ് ആയതുകൊണ്ട് ഒരു സപ്പോർട്ട് ഉണ്ടാകുമെന്നുള്ളൊരു ആഗ്രഹം കൂടി ആയിരുന്നു എൻ്റെ ഉള്ളിൽ. അങ്ങനെ കടന്നു ചെന്ന് ഡോക്ടറോട് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു, ഇങ്ങനൊരു പ്രശ്നമുണ്ടെന്ന് പറഞ്ഞപ്പോൾ അവർ തന്നെ ഒരു ചീത്ത രീതിയിലാണ്, അല്ലെങ്കിൽ വഴിതെറ്റി നടന്നതുകൊണ്ട് കിട്ടിയ ഒരു രോഗമാണ്, വേശ്യാലയത്തിൽ പോയി സമ്പർക്കം ചെയ്തതുകൊണ്ടാണ് ഇങ്ങനെ അസുഖം അല്ലെങ്കിൽ ഈ രീതിയിലുള്ള അവസ്ഥ വരുള്ളൂ എന്ന് പറഞ്ഞ് വളരെ ഒരു തെറ്റായ രീതിയിൽ തന്നെ കാണുകയും അവരൊരു റെസീറ്റ് എഴുതി തന്നു. റെസീറ്റ് എന്ന് പറഞ്ഞാൽ ഒരു OP ടിക്കറ്റിൽ എഴുതി തന്നു. പറഞ്ഞു ഇത്രാം നമ്പർ റൂമിൽ ഇതിൻ്റെ പരിശോധനയുണ്ട്, അവിടെ കടന്നു ചെല്ലണം എന്ന് പറഞ്ഞ് എഴുതി തന്നു. വലിയൊരു ഹോസ്പിറ്റലാണ്. ഞാൻ 3 മണിക്കൂറോളം ആ ഹോസ്പിറ്റലിൻ്റെ ഉള്ളിൽ ഈ റൂം നമ്പർ അന്വേഷിച്ച് ഞാൻ നടന്നു. 3 മണിക്കൂറോളം. 3 മണിക്കൂർ നടന്നിട്ടും ഈ റൂം നമ്പർ കാണാൻ പറ്റുന്നില്ല. ബാക്കി എല്ലാ റൂം നമ്പറും, ഈ റൂം നമ്പർ മാത്രം ഇല്ല. ഈ എഴുതി തന്നിരിക്കുന്ന നമ്പർ അങ്ങനെയുള്ള റൂം ഇല്ല. ഒരു മനഃപൂർവ്വം എഴുതി തന്നതാണ്. അങ്ങനെ ഞാൻ അവിടെയുള്ള ഒരു സെക്യൂരിറ്റിയോട്, വാച്ച്മാനോട് ഞാൻ ചോദിച്ചു ഈ റൂം എവിടെയാണെന്ന് ചോദിച്ചു. അപ്പോൾ ആൾ പറഞ്ഞു ഞാൻ ഇവിടെ പുതിയതാണ്. അവിടെ വേറൊരു അല്പം മധ്യവയസ്സ് ഒരു പ്രായം ചെന്നൊരു വാച്ച്മാൻ ഉണ്ടായിരുന്നു. ഞാൻ ആളോട് ചോദിക്കാൻ പറഞ്ഞു. അങ്ങനെ ആ വാച്ച്മാൻ്റെ അടുത്ത് പോയി ഞാൻ കാര്യം ചോദിച്ചപ്പോൾ ആൾ പറഞ്ഞു ഇങ്ങനെ ഒരു റൂമുണ്ട്, പക്ഷെ അത് വർഷങ്ങളായിട്ട് അടഞ്ഞു കിടക്കുന്നതാണ്. വർഷങ്ങളായിട്ട് അടഞ്ഞു കിടക്കുന്ന റൂമാണ്. റൂമുണ്ട്. അതിന് ആൾ എന്നെ സ്വയം കൊണ്ടുപോയി കാണിച്ചു തന്നപ്പോൾ ആ റൂമിൻ്റെ പരിസരത്ത് പോലും നമുക്ക് പോകാൻ പറ്റില്ല. അതുപോലെ മാറാലയും അഴുക്കും പിടിച്ച് കിടക്കുന്ന ആ റൂമിൻ്റെ നമ്പറാണ് അവർ തന്നത്. കാരണം അങ്ങനെയെങ്കിലും അന്വേഷിച്ച് കിട്ടാതെ വരുമ്പോൾ ഒരിക്കലും അതായിരിക്കാം, എൻ്റെ തോന്നലാണത്. അവരാരും പറഞ്ഞിട്ടില്ല, എൻ്റെ തോന്നൽ. വല്ലാതെ വേദന വന്നു. അവിടെ നിന്ന് തിരിച്ച് ഞാൻ ഇവിടെ നമ്മൾ പ്രൈവറ്റ് ബസ്സുണ്ട്, അവിടെ BST ആണ്, ട്രാൻസ്പോർട്ട് ബസ്സാണ്. അപ്പോൾ ട്രാൻസ്പോർട്ട് ബസ്സിൽ എനിക്ക് ഇരിക്കാൻ പറ്റില്ല, കാരണം അവിടുത്തെ വളരെ സ്പീഡിലുള്ള ബസ് പോവുക. അപ്പോൾ ഇരുന്ന് കഴിയുമ്പോൾ ഈ ബാക്കിൽ കുരുള്ളത് കൊണ്ട് വല്ലാത്തൊരു വേദന അനുഭവിച്ചിരുന്നു. അങ്ങനെ സ്വന്തം റൂമിലേക്ക് വീണ്ടും തിരിച്ചു വന്നു. ഞാൻ അടുത്തുള്ള ക്ലിനിക്കിൽ പോയി കാര്യം പറഞ്ഞപ്പോൾ ആൾ വേദന മാറാനുള്ളൊരു മരുന്ന് തന്നു. ഞാൻ അത് കഴിച്ചപ്പോൾ
വേദന മാറി പതുക്കെ അത് സ്വയം അത് ഞാൻ തന്നെ പൊട്ടിച്ച് കളഞ്ഞ് അതിൻ്റെ അഴുക്കുകളൊക്കെ കളഞ്ഞ് സ്വയം കെട്ടുന്ന ഒരു അനുഭവത്തിലേക്ക് വന്നു. നാളുകൾ കഴിഞ്ഞപ്പോൾ ഇനി ബോംബെയിൽ ജീവിക്കാൻ പറ്റില്ല എന്ന് ഒരു തോന്നൽ എനിക്ക് വന്നു. അങ്ങനെ ബോംബെയിൽ നിന്നും കേരളത്തിലേക്ക് കടന്നു വരികയാണ്. അപ്പോൾ അല്പം പൈസ കയ്യിലുണ്ട്. നാട്ടിൽ വന്നു. വന്ന ആ ദിവസവും 2 ദിവസവും അമ്മയും പപ്പയും അതുപോലെ സഹോദരനും വളരെ ഒരു സ്നേഹമായിരുന്നു. വർഷങ്ങൾക്ക് ശേഷം കണ്ടതാണ്. വളരെ വളരെ നന്നായി നല്ല സ്നേഹമായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഞങ്ങളുടെ വീട് പണിയാൻ വേണ്ടിയിട്ട് ഒരു കൊച്ചു ഷെഡ് കെട്ടിയിട്ടുണ്ട്. അവിടെ ഒരു തറ കെട്ടിയിട്ടുണ്ട്. ആ തറയിൽ ഒരു വീട് പണിയണം. അപ്പോൾ തറപ്പണി മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ. അപ്പോൾ താൽക്കാലികമായൊരു ഷെഡ് അവിടെ, റൂമെന്ന് പറയാൻ പറ്റില്ല, അടുക്കളയും റൂമും എല്ലാം ഒന്നിച്ച് തന്നെയാണ്, ഒറ്റ ഷെഡ്. അപ്പോൾ ആ ഷെഡിലാണ് എല്ലാവരും കിടക്കുന്നത്. അപ്പോൾ അതിലൊരു കട്ടിലുണ്ട്. അപ്പോൾ എൻ്റെ അവസ്ഥ വളരെ മോശമായതുകൊണ്ട് ഞാനാണ് ആ കട്ടിലിൽ കിടക്കുന്നത്. അമ്മയ്ക്ക് വലിയ വീട്ടുകാർക്ക് മനസ്സിലായോ? വീട്ടുകാർക്ക് അറിയാം, എല്ലാവർക്കും അറിയാം. എൻ്റെ അവസ്ഥയും എല്ലാം വീട്ടുകാർക്ക് അറിയാം. എൻ്റെ കയ്യിലുള്ള പൈസ അല്പം ഒന്ന് കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ വീട്ടുകാരുടെ ആ ഒരു അവസ്ഥയ്ക്ക് മാറ്റം വന്നു, സമീപനത്തിന് മാറ്റം വന്നു. അങ്ങനെ ഒരു ദിവസം പപ്പ ജോലിക്കായിട്ട് പുറത്തിറങ്ങുമ്പോൾ അമ്മയോട് ഉറക്കെ വിളിച്ച് പറയാം. ചെറിയ ഷെഡാണ്, വളരെ പതുക്കെ പറഞ്ഞാൽ അത് കേൾക്കാൻ സാധിക്കും. അത് ഞാൻ കേൾക്കാൻ തന്നെയാണെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്. അമ്മയോട് പറയാണ്, അവൻ കിടക്കുന്ന കട്ടിലുണ്ടല്ലോ അത് ഞാൻ വിറ്റതാണ്, അത് വാങ്ങാൻ ഇന്ന് കൊണ്ടുപോകാൻ ഇന്ന് ആൾ വരും എന്ന് പറഞ്ഞു. അപ്പം അതിൻ്റെ അർത്ഥം ഞാൻ അവിടെ നിന്ന് മാറിത്തരണം. അപ്പോൾ അത് എനിക്ക് കാര്യം മനസ്സിലായി. ഞാൻ അന്ന് ആലോചിച്ചു, ഒന്ന് എഴുന്നേൽക്കാൻ പറ്റുമെങ്കിൽ എവിടെയെങ്കിലും പോയി ഒന്ന് മരിക്കണം. കാരണം ഇനി ഒരിക്കലും ഇവിടെ എനിക്ക് നിൽക്കാൻ പറ്റില്ല, ആർക്കും ഒരു ബുദ്ധിമുട്ട് ഭാരമാകരുത്. അങ്ങനെ നിൽക്കുമ്പോൾ ഒരു ദിവസം, അതിൻ്റെ പിറ്റേ ദിവസം എൻ്റെ അമ്മ തന്നെ എന്നെ പതുക്കെ എടുത്ത് ആ തറയമേ കൊണ്ടുപോയി കിടത്തി. വീട് പണിയാനൊരു തറ കെട്ടിയിട്ടുണ്ടല്ലോ, ആ തറയമേ കൊണ്ടുപോയി കിടത്തി. ഞാനും ശരിക്കും ഭാര്യയുടെ ആ അവസ്ഥയിലേക്ക് എത്തി. എന്നെ കൊണ്ടുവന്ന് ആ തറയമേ കിടത്തി. ഞാൻ ആ തറയമേ 3 ദിവസം ആ തറയമേ മഴ കൊണ്ട്, ജൂലൈ മാസമായിരുന്നു, ജൂലൈ മാസമായിരുന്നു, മഴ കൊണ്ട് ആ തറയമേ കിടന്നു. ആ തറയമേ കിടക്കുമ്പോഴും എനിക്ക് ബോധം നഷ്ടപ്പെട്ടിട്ടില്ല. ശരീരത്തിന് അവസ്ഥയ്ക്ക് മാത്രമാണ്, ശരീരം മാത്രമേ ഒരു സൂക്ഷിച്ചിട്ടുള്ളൂ, ബലഹീനമായിട്ടുള്ളൂ. പക്ഷേ ബോധത്തിന് ഒരു കുറവില്ല. എൻ്റെ അടുത്ത് ആരെങ്കിലും വരുന്നുണ്ടോ, ആ കാൽപാദം എല്ലാം എനിക്ക് വ്യക്തമായിട്ട് അറിയാൻ പറ്റും. അതുപോലെ തന്നെ തവള ചാടി പോകുന്നത് എല്ലാം ഞാൻ അറിയുന്നുണ്ട്. പക്ഷെ ഇങ്ങനെയൊക്കെ എടുക്കുമ്പോഴും ഞാൻ ചിന്തിച്ചത് ഒറ്റ ചിന്ത ഇതായിരുന്നു, വീട്ടുകാർക്ക് ഒരു പ്രയാസം വരുത്താതെ എൻ്റെ മരണം സംഭവിക്കണം. ആർക്കും ഒരു ബുദ്ധിമുട്ട്, എന്നെക്കൊണ്ടൊരു ബുദ്ധിമുട്ട്, കാരണം എന്നെക്കൊണ്ട് ഗുണങ്ങളും ഉണ്ടായിട്ടില്ല, അപ്പം എന്നെ കൊണ്ട് ദോഷവും ഉണ്ടാകരുത്. അങ്ങനെ ഒരു ദിവസം സന്ധ്യാസമയത്ത് പപ്പയും അമ്മയും സഹോദരൻ കിടക്കുന്ന ഷെഡിൻ്റെ ഉള്ളിൽ നിന്ന് സഹോദരൻ്റെ ഒരു ശബ്ദം ഞാൻ കേൾക്കുകയാണ്. സഹോദരൻ പപ്പയോട് ഇങ്ങനെ പറയാണ്, ഇവൻ ഇങ്ങനെ കിടന്നു കഴിഞ്ഞാൽ, മരണം സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ എൻ്റെ വിവാഹം എങ്ങനെയാണ് നടക്കുക? ലോകം മുഴുവൻ പറയും, നാട്ടുകാർ മുഴുവൻ പറയും എയ്ഡ്സ് രോഗിയുടെ സഹോദരനാണ്, അനുജനാണ് എന്ന് പറഞ്ഞാൽ പിന്നെ എൻ്റെ വിവാഹം എങ്ങനെ നടക്കും? ഇങ്ങനെ ആ ശബ്ദം ഞാൻ കേൾക്കുകയാണ്. തന്നെ വല്ലാതെ അത് വേദനിച്ചു. കാരണം ഞാൻ കാരണം ഒരു പ്രയാസം ഉണ്ടാകരുത്. അന്നൊരു തീരുമാനം എടുത്തു, ഒന്ന് കാരണം എഴുന്നേറ്റ് നിൽക്കാൻ പറ്റുന്നില്ല. എഴുന്നേറ്റ് നിൽക്കുമ്പോൾ ഞാനിങ്ങനെ ആടിക്കൊണ്ടിരിക്കുക. ശരീരത്തിൻ്റെ ഈ ഭാഗത്ത് ഇങ്ങനെ ചതമ്പൽ പോലെ, മീനിൻ്റെ ചതമ്പൽ പോലെ ഇങ്ങനെ അടർന്നു പോയിക്കൊണ്ടിരിക്കുക. എല്ലാ ഭാഗം ഇങ്ങനെ ചതമ്പൽ അടർന്നു പോകും. നമ്മളിങ്ങനെ കൈകൊണ്ട് ഇങ്ങനെ ആക്കി കഴിഞ്ഞാൽ ചതമ്പൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അങ്ങനത്തെ ഒരു അവസ്ഥയായിരുന്നു. കാലുമ്പൽ മുഴുവൻ ചതമ്പൽ പോയിക്കൊണ്ടിരിക്കും. അതുപോലെ കാലുമ്പോൾ ചെരുപ്പിട്ടാൽ ചെരുപ്പ് കാലുമ്പോൾ ഉള്ളതും ഇല്ലാതും നമുക്ക് അറിയില്ല. കാലുമ്പോൾ ചെരുപ്പ് ഊരി പോകുന്നത് അറിയുന്നില്ല. ആ ഒരു അവസ്ഥ. ആ കിടപ്പിലും ഞാൻ ആഗ്രഹിച്ചത് മരിക്കണം. കാരണം ഇനി ജീവിക്കാൻ സാധിക്കില്ല ഒരിക്കലും. അപ്പോൾ മരണം, പക്ഷേ വീട്ടുകാർക്ക് എൻ്റെ ബോഡി കിട്ടാൻ പാടില്ല. ഞാൻ മരണം സംഭവിച്ചു കഴിഞ്ഞാൽ എൻ്റെ ഒരിക്കലും ഇവർ ബോഡി കൊണ്ടുവന്ന് ഇവർ പോസ്റ്റ്മോർട്ടം ചെയ്യുക അല്ലെങ്കിൽ മറവ് ചെയ്യുന്ന ഒരു അനുഭവത്തിലേക്ക് വരരുത്. കാരണം അങ്ങനെ വന്നു കഴിഞ്ഞാലും ജനത്തിന് മനസ്സിലാവും ഇന്നതായിരുന്നു അസുഖം. കാരണം ഒരു ക്യാൻസർ വന്നിട്ടോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും അസുഖം വന്ന് മരിക്കുകയാണെങ്കിൽ അത് പ്രശ്നമല്ല, നമുക്കൊരു മറുപടി ഉണ്ട്. പക്ഷെ ഒരു എയ്ഡ്സ് വന്ന് മരിക്കുകയാണെങ്കിൽ അത് ജീവിതകാലം മുഴുവനും അതൊരു ബ്ലാക്ക് മാർക്കായി നിൽക്കും. കാരണം ഇപ്പോൾ പപ്പ റോഡിലൂടെ പോവുകയാണെങ്കിൽ നാട്ടുകാർ പറയും അതൊരു എയ്ഡ്സ് രോഗിയുടെ പിതാവാണ് പോകുന്നത്. ഇപ്പോൾ സഹോദരൻ പോവുകയാണെങ്കിൽ ഒരു എയ്ഡ്സ് രോഗിയുടെ അനുജനാണ് പോകുന്നത്. ഇങ്ങനെ എല്ലാ കാലങ്ങളോളം ഇങ്ങനെ അത് കിടക്കുന്നതുകൊണ്ട് ഞാൻ ചിന്തിച്ചു, എന്നെക്കൊണ്ട് ഒരിക്കലും ബുദ്ധിമുട്ടുണ്ടാകരുത്. അപ്പോൾ ഞങ്ങളുടെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് പുഴയുള്ളത്. എൻ്റെ സ്വദേശം തൃപ്പയാറാണ്. അപ്പോൾ അവിടെ തന്നെയാണ് പുഴയുണ്ട്. അപ്പോൾ ആ പുഴയിലാണ് ഞാൻ നീന്തൽ പഠിച്ചത്. ഞാൻ ആഗ്രഹിച്ചു ആ പുഴയിൽ ചാടി മരിക്കാൻ ശ്രമിച്ചാലോ. പക്ഷേ എനിക്കറിയാം നീന്തൽ പഠിച്ച പുഴയായതുകൊണ്ട് ഒരിക്കലും
എനിക്കവിടെ മുങ്ങിച്ചാവാൻ സാധിക്കില്ല. അപ്പോൾ പിന്നെ ചിന്തിച്ചു കല്ല് കെട്ടിയിട്ട് ചാടാം, അങ്ങനെ പൊന്തില്ലല്ലോ. അപ്പോൾ ഞാൻ കേട്ടിട്ടുണ്ട് അവിടെ നിന്ന് മരണം സംഭവിച്ചാൽ തന്നെ ചേറ്റുവയിൽ എന്തോ വല അവിടെ തടയും, കടലിലേക്ക് പോകില്ല. അപ്പോൾ അവിടെ തടഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും ആ ബോഡി കിട്ടും, പോസ്റ്റ്മോർട്ടം ചെയ്യും, റിസൾട്ട് വരും, കാര്യങ്ങൾ പരസ്യമാവും. അപ്പോൾ അതുകൊണ്ട് ആ ഒരു പ്ലാനും എൻ്റെ തകർന്നു പോയി. പിന്നെ ചിന്തിച്ചു എന്ത് ചെയ്യാം. അവസാനം കിട്ടിയ തീരുമാനമാണ് തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനിൽ വരിക, തല വെച്ച് ട്രെയിൻ തലയുടെ മുകളിലൂടെ കയറി പോകണം, മുഖം തിരിച്ചറിയാൻ പാടില്ല, ഒരു അജ്ഞാത ജഡം എന്നുള്ള രീതിയിൽ മാത്രം എന്നെ കാണും. ഒരിക്കലും വീട്ടുകാരൊരിക്കലും അത് ഞങ്ങളുടെ മകനാണ്, എൻ്റെ മൂത്ത സഹോദരനാണെന്നുള്ള ഒരു കാഴ്ചപ്പാട് ഒരിക്കലും വരരുത്. അങ്ങനെ എവിടെയെങ്കിലും അത് മറവ് ചെയ്യുന്നൊരു രീതി. ആ ഒരു ചിന്തയിലൂടെ ഞാൻ തൃശ്ശൂർക്ക് വണ്ടി കയറുകയാണ്. അന്ന് സത്യം പറഞ്ഞാൽ തൃശ്ശൂർ ശരിക്കും എനിക്ക് അറിയില്ല, തൃശ്ശൂർ ടൗൺ പോലും ഒന്നും എനിക്കറിയില്ല. അന്ന് തൃശ്ശൂർക്ക് വണ്ടി കയറുക. അപ്പോൾ തൃശ്ശൂർക്ക് വണ്ടി കയറുന്നതിന് മുമ്പായിട്ട് 2 മാസം മുമ്പ് ഞാൻ നാട്ടിലേക്ക് എത്തിയതിന് ശേഷം ഞാൻ തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ പോയി. അതുവരെ HIV ടെസ്റ്റ് നടത്തിയിട്ടില്ല. ബോംബെയിലായിരുന്നു ജീവിതമെങ്കിൽ HIV ടെസ്റ്റ് നടത്തിയിട്ടില്ല. ഭാര്യയ്ക്കുണ്ടായിരുന്നു, കുഞ്ഞിനുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ഉണ്ടാകുമെന്നുള്ള ഒരു ഉറപ്പ്, നമ്മുടെ അവസ്ഥയും അതുപോലെയാണല്ലോ. അങ്ങനെ തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ പോയി ഒരു HIV ടെസ്റ്റ് നടത്തുകയാണ്. അപ്പോൾ വ്യത്യാസങ്ങൾ വന്നു. തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ അന്ന് HIV-ക്ക് ART ട്രീറ്റ്മെൻ്റ് ഉണ്ട്, ആൻറ്റി റിട്രോ വൈറൽ ട്രീറ്റ്മെൻ്റ് ഉണ്ട്. പൂർണ്ണമായിട്ടും വൈറസിനെ മാറ്റാൻ സാധിക്കില്ല, തടയാൻ സാധിക്കും. നമുക്കൊരു പരിധി വരെ അതിനെ നിർത്തിക്കൊണ്ട് സമൂഹത്തിൽ സാധാരണ മനുഷ്യർ ജീവിക്കുന്നത് പോലെ മുന്നോട്ട് ജീവിക്കാൻ സാധിക്കുന്ന ഒരു മെഡിസിൻ അന്ന് ഇറങ്ങിയിട്ടുണ്ട്. പക്ഷെ ഇതൊന്നും നമുക്ക് അറിവില്ല, ആരിൽ നിന്നും നമ്മളത് കേട്ടിട്ടുമില്ല. അങ്ങനെ ഞാൻ മെഡിക്കൽ കോളേജിലെത്തി, അവിടെ പരിശോധന നടത്തി, റിസൾട്ട് വന്നു HIV പോസിറ്റീവ് ആണ്, അല്ലെങ്കിൽ HIV ആണ് എന്നുള്ള റിസൾട്ട് വന്നു. അതിനുശേഷം ഒരു കൗൺസിലിംഗ് എന്നെ കൊണ്ടിരുത്തി. കൗൺസിലിങ്ങിന് എത്തിയപ്പോൾ ഒരു മാഡമായിരുന്നു. മാഡം എന്നോട് പറഞ്ഞു, വിനോദിന് ഇങ്ങനൊരു അവസ്ഥയാണ്, ഭാരപ്പെടണ്ട, ഒരു ടെസ്റ്റും കൂടി ഉണ്ട്, അതിനെ CD4 എന്ന് പറയാം. അതിൻ്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ, ശരീരത്തിൽ പ്രതിരോധശേഷി എത്രയുണ്ട് എന്ന് അളക്കുന്നൊരു ടെസ്റ്റാണ്. അപ്പോൾ ആ ഒരു പരിശോധന നടത്തിയാൽ അന്ന് വൈറസ് എത്രയുണ്ടെന്ന് അറിയാൻ സാധിക്കില്ല, പ്രതിരോധശേഷി വൈറ്റ് സെല്ല് എത്രയുണ്ട്. അപ്പോൾ പ്രതിരോധശേഷി കുറവാണെങ്കിൽ അവർ മനസ്സിലാക്കും വൈറസ് HIV വൈറസ് കൂടുതലാണ്. പ്രതിരോധശേഷി കൂടുതലാണെങ്കിൽ അവർ മനസ്സിലാക്കും വൈറസ് കുറവാണ്. അപ്പോൾ ആ ഒരു ടെസ്റ്റ് ഉണ്ട് എന്ന് എന്നോട് പറഞ്ഞിരുന്നു. അതിനുശേഷം വിനോദിൻ്റെ CD4 കൗണ്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ അത് കൂടുതലാണെങ്കിൽ മെഡിസിൻ തുടങ്ങണ്ട, അത് കുറവാണെങ്കിൽ മെഡിസിൻ തുടങ്ങണം. ഇതെല്ലാം എന്നോട് പറഞ്ഞു. പക്ഷേ ഇതൊന്നും എൻ്റെ ഉള്ളിലേക്ക് കയറിയിട്ടില്ല. കാരണം റിസൾട്ട് HIV ആണെന്ന് റിസൾട്ട് എൻ്റെ കയ്യിൽ തന്നപ്പോൾ ഞാൻ മനസ്സിലാക്കി ഇനി വീട്ടിലേക്ക് തിരിച്ചു പോക്കില്ല, ഇനി ആരുമില്ല. ബോംബെയിലായിരുന്നെങ്കിൽ അല്പം പരിചയമുണ്ടായിരുന്നു, നാട്ടിലൊരു പരിചയം പോലുമില്ല. വല്ലാതൊരു അവസ്ഥയിലായതുകൊണ്ട് അവർ പറഞ്ഞതൊന്നും ഞാൻ കേൾക്കാൻ ഉള്ളിലേക്ക് എടുത്തില്ല. പക്ഷേ നാളുകൾ കഴിഞ്ഞു, ഞാൻ മരിക്കാനായി തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് കടന്നു വരുമ്പോൾ ഞാൻ ബസ്സിലിരിക്കുമ്പോൾ എൻ്റെ ഉള്ളിലേക്ക് ആ കൗൺസിലർ പറഞ്ഞ, ആ മാഡം പറഞ്ഞ ചില ചിന്തകൾ കയറി വരികയാണ്, എൻ്റെ ഉള്ളിലേക്ക് കടന്നു വരാൻ തുടങ്ങി. അന്ന് മെഡിക്കൽ കോളേജ് അത്താണി മെഡിക്കൽ കോളേജാണ്. ഞാനൊരു തീരുമാനമെടുത്തു, എന്തായാലും മെഡിക്കൽ കോളേജിൽ കടന്നുപോയി ആ മാഡത്തിൻ്റെ അടുത്ത് ഒരിക്കൽ കൂടി ഒന്ന് പോയിരിക്കുക, എന്താണ് ആ ടെസ്റ്റും കൂടി നടത്തി ഇനി വീട്ടിലേക്ക് ഒരു തിരിച്ചുപോക്ക് ഇല്ല, അത് കഴിഞ്ഞ് വന്ന് മരിക്കാം. അങ്ങനെ ഒരു തീരുമാനമെടുത്ത് ഞാൻ മെഡിക്കൽ കോളേജിലേക്ക് വീണ്ടും കടന്നു പോവുകയാണ്. മെഡിക്കൽ കോളേജിൽ കടന്നു ചെന്നതിന് ശേഷം വീണ്ടും ഒരു കൗൺസിലിംഗ് തന്നെ ഇരുത്തി. വ്യക്തമായിട്ട് കൗൺസിലിംഗ് എനിക്ക് തന്നു. ഈ വൈറസിൻ്റെ അവസ്ഥ, ഇതിനെങ്ങനെ അതിജീവിക്കാം, അതിന് മെഡിസിൻ ഉണ്ടോ, ഇതെല്ലാം പറഞ്ഞു തന്നു. അതിനുശേഷം ഒരു HIV ബാധിതനായിട്ടുള്ള ഒരു വ്യക്തിയെ എൻ്റെ മുമ്പിൽ കൊണ്ടുവന്ന് എന്നെ പരിചയപ്പെടുത്തി. അതെന്നെ ജീവിക്കാൻ വീണ്ടും പ്രേരിപ്പിച്ചു. മരണത്തിലേക്ക് എൻ്റെ ചിന്തയിൽ മുഴുവൻ 100% മരണം മാത്രമേ ഉള്ളൂ. പക്ഷേ എൻ്റെ മുമ്പിൽ വന്ന് നിന്ന് ആ HIV ബാധിതനായ ആ വ്യക്തി എന്നോട് പറഞ്ഞു, ഇത്രയും വർഷമായി ഞാനൊരു HIV ബാധിതനാണ്, എന്നെ സ്വയം പരിചയപ്പെടുത്തി. എന്നോട് പറഞ്ഞു, വിനോദല്ലേ, വിനോദിന് ഈ അവസ്ഥകൾക്ക് മാറ്റം വരും, വിനോദ് മനസ്സ് വെക്കണം എന്ന് എന്നോട് പറഞ്ഞപ്പോൾ അന്നും എൻ്റെ കീശയിൽ 1/2 പാക്കറ്റ് സിഗരറ്റ് ഉണ്ട്. അന്ന് ഈ അവസ്ഥയിലും എഴുന്നേറ്റ് നിൽക്കാൻ പറ്റാത്ത ഈ അവസ്ഥയിലും ഞാൻ പുക വലിച്ചിരുന്നു. അപ്പോൾ എന്നോട് പറഞ്ഞു, അപ്പോൾ എൻ്റെ സിഗരറ്റ് ഇങ്ങനെ പുറത്തേക്ക് ഇങ്ങനെ കാണുന്നുണ്ട്. അപ്പോൾ ആ സഹോദരൻ എന്നോട് പറഞ്ഞു, ഈ ദുശീലങ്ങൾ മുഴുവൻ ഒഴിവാക്കണം, ഈ ടെസ്റ്റ് നടത്തി കഴിഞ്ഞ് റിസൾട്ട് വന്നു കഴിഞ്ഞാൽ മെഡിസിൻ തുടങ്ങാം, നല്ല രീതിയിൽ ജീവിക്കാൻ സാധിക്കും എന്ന് പറഞ്ഞു. ഞാൻ അപ്പോൾ തന്നെ ആ സിഗരറ്റ് എടുത്ത് വലിച്ചെറിഞ്ഞു.
എനിക്ക് മുമ്പിൽ നിൽക്കുന്ന വ്യക്തി ഒരു HIV ബാധിതനാണെന്ന് അറിഞ്ഞപ്പോൾ ജീവിക്കുന്ന ഒരു ആശ വന്നു. ഒരാശ വന്നു. അന്ന് വരെ ആരും കണ്ടിട്ടില്ല, എൻ്റെ ഭാര്യ അല്ലാതെ ഞാൻ ആരും കണ്ടിട്ടില്ല. അപ്പോൾ എൻ്റെ ഉള്ളിൽ ഭാര്യയെ നൽകിയ ചിത്രം എന്ന് പറഞ്ഞ ഗുരുതരമായ ചിത്രം, കാരണം നല്ലൊരു രീതിയിൽ ഞാൻ കണ്ടിട്ടില്ല. ഞാൻ വിവാഹം ചെയ്യുമ്പോഴും എൻ്റെ ഭാര്യയുടെ അവസ്ഥ വളരെ മോശം തന്നെയായിരുന്നു. പിന്നെ ആ സ്നേഹം കണ്ടപ്പോൾ ഞാൻ വേറെ ഒന്നും ചിന്തിക്കാൻ പോയിട്ടില്ല. പക്ഷേ നല്ല ആരോഗ്യത്തോടു കൂടിയുള്ള മനുഷ്യനെ ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ ഈ വ്യക്തിയിൽ നിന്നും ഇങ്ങനൊരു നിർദ്ദേശം സ്നേഹത്തിൻ്റെ ഭാഷയിൽ കിട്ടിയപ്പോൾ എനിക്ക് ജീവിക്കണം എന്നുള്ളൊരു ആഗ്രഹം കൂടി ഉള്ളിൽ കയറി വന്നു. ഞങ്ങളെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയ ശ്രോതാക്കളോട് പറയുവാനുള്ളത്, ജീവിതത്തിൻ്റെ ഏതെങ്കിലും മണ്ഡലത്തിൽ ഇപ്പോൾ നമ്മൾ കേട്ട പ്രിയ വിനോദിൻ്റെ ജീവിതാനുഭവങ്ങളിലൂടെ ആയിരിക്കാം, അല്ലെങ്കിൽ വഴിവിട്ട് നടന്ന ഏതെങ്കിലും ദുർമാർഗത്തിലൂടെയോ നിങ്ങളൊരു HIV രോഗബാധിതനാണ് എങ്കിൽ ഒരിക്കലും നിരാശപ്പെടേണ്ട ആവശ്യമില്ല. 2 കാരണങ്ങളാൽ. ഒന്ന്, ആധുനിക വൈദ്യശാസ്ത്രം അത്രത്തോളം വളർന്നു കഴിഞ്ഞു. 2, വൈദ്യശാസ്ത്രത്തെക്കാളും വലിയവനായൊരു ദൈവം ഇന്നും ജീവിക്കുന്നുണ്ട്. തുടർന്നുള്ള ഭാഗങ്ങളിൽ സഹോദരൻ വിനോദ് തൻ്റെ ജീവിതത്തിൽ വന്ന രൂപാന്തരത്തെയും മാറ്റത്തെയും ഇന്ന് താനായിരിക്കുന്ന അവസ്ഥയെയും കുറിച്ച് നമ്മളോട് സംസാരിക്കുന്നതായിരിക്കും.